ഓക്കെ, അപ്പോൾ സോയിൽ ക്ലാസിഫിക്കേഷനാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ സോയിലിൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷനായ IS പാർട്ടിക്കിൾ സൈസ് സോയിൽ ക്ലാസിഫിക്കേഷനാണ്. അതിലേക്ക് ബേസിക്കലി പാർട്ടിക്കിൾ സൈസ് ബേസ്ഡ് ആയിട്ടാണ്, പാർട്ടിക്കിൾ സൈസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ IS പാർട്ടിക്കിൾ സൈസ് സോയിൽ ക്ലാസിഫിക്കേഷൻ എടുക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് 4.75 എന്ന് പറയുന്ന ഒരു ഇതിൽ താഴോട്ട്, ലൈക്ക് 4.7ൻ്റെ താഴോട്ടുള്ളതാണെങ്കിൽ സാൻഡ് എന്നും, അതിനെ ലൈക്ക് നമ്മൾ 4.75ന് താഴോട്ടുള്ള ഫൈൻ ഗ്രെയിൻഡ് സോയിൽസ് എന്നും, 4.7ൽ കൂടുതൽ മുകളിലോട്ടുള്ളത് കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസ് എന്നാണ് ബേസിക്കായിട്ട് നമ്മൾ പറയുന്നത്. അതിൽ ഈ 4.75ൽ താഴോട്ട് സാൻഡും ആൻഡ് ഇങ്ങോട്ട് ലൈക്ക് ഗ്രാവലും ഗ്രാവൽ എത്ര വരെയാണ്? അപ് ടു 80 mm. ഇവിടെയാണെങ്കിൽ സാൻഡ് അപ് ടു 75 മൈക്രോൺ. അതായത് നമ്മൾ ഒരു സീവ് എടുത്തിട്ട് അതിനകത്തോട്ട് സാൻഡ് പാർട്ടിക്കിൾ ഇട്ടാൽ അത് 4.75 mm കൂടെ പാസ് ചെയ്യും ആൻഡ് 75 മൈക്രോണിൽ റീറ്റെയിൻ ചെയ്യും. എന്നാൽ ഇനി 75 മൈക്രോണിൽ കൂടെയും ലൈക്ക് ആ നമ്മൾ ഇടുന്ന പാർട്ടിക്കിൾ പാസ് ചെയ്യുകയാണെങ്കിൽ അതൊന്നെങ്കിൽ സിൽറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ക്ലേ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 75 മൈക്രോണിൽ പാസ് ചെയ്താൽ അത് സിൽറ്റാണ്. ആൻഡ് സിൽറ്റ് വന്നിട്ട് 2 മൈക്രോണിൽ ലൈക്ക് റീറ്റെയിൻ ചെയ്യും. ഇനി 2 മൈക്രോണിൽ കൂടെയും നമ്മൾ ഇട്ട സോയിൽ പാസ് ചെയ്യുകയാണെങ്കിൽ അത് ലൈക്ക് നമ്മുടെ ക്ലേ ആണ്. ഓക്കെ, ഇനി തിരിച്ചിപ്പുറത്തോട്ട് വരാണെങ്കിൽ 80 mm കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ 80 mm കൂടെയും പാസ് ചെയ്യുകയാണെങ്കിൽ അത് കോബിളാണ്. അപ് ടു 300 mm ആൻഡ് 300 mm കൂടെയും പാസ് ചെയ്യുകയാണെങ്കിൽ അത് ബോൾഡർ. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള IS ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്. 4.75 mm കൂടെ പാസ് ചെയ്ത് 75 മൈക്രോണിൽ റീറ്റെയിൻ ചെയ്താൽ സാൻഡ്, ഇനി 75 മൈക്രോണിൽ കൂടെയും പാസ് ചെയ്ത് 2 മൈക്രോണിൽ റീറ്റെയിൻ ചെയ്താൽ സെൽറ്റ്, 2 മൈക്രോണിൽ കൂടെയും പാസ് ചെയ്താൽ അത് ക്ലേ. സിമിലർലി ഇപ്പുറത്തോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള IS സോയിൽ പാർട്ടിക്കിൾ ക്ലാസിഫിക്കേഷൻ. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ്, ഇത് നമ്മുടെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ HRB സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. HRB ഹൈവേ റിസർച്ച് ബോർഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആണ്. ആൻഡ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ AASTHO, അമേരിക്കൻ അസോസിയേഷൻ ഓഫ് സ്റ്റേറ്റ് ഹൈവേ ഒഫീഷ്യൽ, അമേരിക്കൻ അസോസിയേഷൻ ഓഫ് സ്റ്റേറ്റ് ഹൈവേ ഒഫീഷ്യൽസ്. ഓക്കെ, HRB ഹൈവേ റിസർച്ച് ബോർഡ് ക്ലാസിഫിക്കേഷനാണ് രണ്ടാമത്തേത്. ഇവിടെ ലൈക്ക് നമ്മൾ മെയിൻലി ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് പർപ്പസിന് മാത്രമാണ് നമ്മുടെ HRB സോയിൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിൻലി യൂസ്ഡ് ഫോർ പേയ്മെൻറ്റ് പർപ്പസിനാണ്. സോയിലിനെ നമ്മളിവിടെ 7 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് A1, A2 എക്സെട്ര അപ് ടു A7. അതിൽ നമ്മൾ ഈ A7 എന്ന് പറയുന്നത് പേയ്മെൻറ്റ് കൺസ്ട്രക്ഷൻ സ്യൂട്ടബിൾ അല്ല, അത് പറയാം. അതായത് സ്മോളർ ദ ഗ്രൂപ്പ് നമ്പർ സോയിൽ ഈസ് സുപ്പീരിയർ ഫോർ പേയ്മെൻറ്റ് പർപ്പസ്. ഈ ഗ്രൂപ്പ് നമ്പർ കുറവാണെങ്കിൽ ലൈക്ക് നല്ലതാണ്, ആ സോയിൽ ഗുഡാണ്, നല്ലതാണെന്നാണ് അർത്ഥം. അതായത് A1, A2 ഒക്കെ ആയിരിക്കും ഒരു സുപ്പീരിയർ ക്വാളിറ്റി ദാൻ A7, A6, A7 പോകുന്നതനുസരിച്ച്. അപ്പോൾ സ്മോളർ ദ ഗ്രൂപ്പ് നമ്പർ സോയിൽ സുപ്പീരിയർ ഫോർ പേയ്മെൻറ്റ് പർപ്പസ്. A1 ഒക്കെയാണ് പേയ്മെൻറ്റിന് ബെസ്റ്റ് സ്യൂട്ടഡ് നമ്മൾ A1 ആണ്, ലീസ്റ്റ് സ്യൂട്ടഡ് A7 ആണ്, അതാണ് പറയുന്നത്. നമ്മുടെ ബ്ലാക്ക് കോട്ടൺ സോയിലൊക്കെ വന്നിട്ട് ഗ്രൂപ്പ് 7ലാണ് വരുന്നത്. അവരൊന്നും പേയ്മെൻറ്റ് പർപ്പസിനൊന്നും നല്ലതല്ല. ഇനി നമ്മുടെ ഈ ഗ്രൂപ്പ് നമ്പർ, ഈ പറഞ്ഞ നമ്മൾ ഈ 7 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ ഗ്രൂപ്പ് നമ്പർ എന്തിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷനും കൺസിസ്റ്റൻസി ലിമിറ്റുമാണ്. ഈ ഗ്രൂപ്പ് നമ്പർ is based on grain size distribution and consistency limits. അപ്പോൾ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷനെ കൺസിസ്റ്റൻസി ലിമിറ്റിനനുസരിച്ചാണ് ഗ്രൂപ്പ് നമ്പർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ ഗ്രൂപ്പും നമ്മൾ ഈ പറഞ്ഞ A1 to A7 ഇതിൽ ഓരോ ഗ്രൂപ്പും ഫർദർ ഒരു 20 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് ഇൻഡെക്സ് നമ്പർ. ഇത് ഓരോന്നും ലൈക്ക് ഒരു 20 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ. അതെന്തിനാണ് ബേസ് ചെയ്തിട്ടാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ബേസിക് ഗ്രൂപ്പ്സ് വന്നിരിക്കുന്നത് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷനെ കൺസിസ്റ്റൻസി ലിമിറ്റിനെ അനുസരിച്ചാണ്. ഈ ഫർദർ ഈ ഓരോ ഗ്രൂപ്പും 20 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് ഇൻഡെക്സ് നമ്പറിൻ്റെ ബേസിലാണ്. ഗ്രൂപ്പ് ഇൻഡെക്സ് നമ്പറിൻ്റെ ബേസിസിലാണ് ഫർദർ ഇത് 20 ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഗ്രൂപ്പ് ഇൻഡെക്സ് നമ്പർ
ഇനി ഈ ഗ്രൂപ്പ് ഇൻഡെക്സ് നമ്പർ മെയിനായിട്ട് എന്തിനൊക്കെയാണ് ബേസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഇൻഡെക്സ് നമ്പർ ബേസ്ഡ് ഓൺ പെർസെൻറ്റേജ് ഫൈനർ. പെർസെൻറ്റേജ് ഫൈനർ എന്ന് പറഞ്ഞാൽ 75 മൈക്രോണിൽ താഴോട്ടുള്ളതാണ് പറയുന്നത്. സൈസ് ലെസ് ദാൻ 75 ആണ് പെർസെൻറ്റേജ് ഫൈനർ എന്ന് പറയുന്നത്. ഇനി പലയിടത്തും നമ്മൾ ഈ പെർസെൻറ്റേജ് ഫൈനർ എന്ന് പറയുന്ന ഇതെടുക്കും. ദെൻ ലിക്വിഡ് ലിമിറ്റ്, കൺസിസ്റ്റൻസി ലിമിറ്റ് എന്ന് പറയാത്തതെന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും മാത്രമേ വരുന്നുള്ളൂ. ഷ്രിങ്കേജ് ലിമിറ്റ് വരുന്നില്ല. അതുകൊണ്ടാണ് ഇത് രണ്ടും എടുത്തു പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് നമ്പർ ബേസ്ഡ് ഓൺ ഗ്രേഡ് സൈസ് ഡിസ്ട്രിബ്യൂഷൻ കൺസിസ്റ്റൻസി ലിമിറ്റ്സും ഗ്രൂപ്പ് ഇൻഡെക്സ് നമ്പർ ബേസ്ഡ് ഓൺ പെർസെൻറ്റേജ് ഫൈനർ, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിസിറ്റി ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, ലിക്വിഡ് ലിമിറ്റ്. ഓക്കെ, ഇനി പറയുന്നതെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഇൻഡെക്സ് വാല്യൂ ഷുഡ് ബി പോസിറ്റീവ്. എപ്പോഴും ഗ്രൂപ്പ് ഇൻഡെക്സ് വാല്യൂ ഷുഡ് ബി പോസിറ്റീവ്. ഗ്രൂപ്പ് ഇൻഡെക്സ് വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് വരാണെങ്കിൽ നമ്മളതിനെ 0 ആയിട്ട് എടുക്കും. നമ്മൾ ഇതുപോലെ പറഞ്ഞായിരുന്നു, IP വാല്യൂ നെഗറ്റീവ് വന്നാലും 0 ആയിട്ട് എടുക്കണം എന്ന്. അതുപോലെയാണ് ഇവിടെ ഗ്രൂപ്പ് ഇൻഡെക്സ് നമ്പർ നെഗറ്റീവ് വന്നാലും 0 ആയിട്ട് എടുക്കണം ഗ്രൂപ്പ്. അപ്പോൾ ഇത് ഗ്രൂപ്പ് ഇൻഡെക്സ് നമ്പറും IP വാല്യൂ ഒക്കെയാണ് നെഗറ്റീവ് വരുമ്പോൾ 0 ആയിട്ട് എടുക്കേണ്ട. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് USCS. അപ്പം ഇപ്പോൾ ഏതൊക്കെ പഠിച്ചു? ആദ്യം പഠിച്ചത് IS, രണ്ടാമത്തെ പഠിച്ചത് HRB ഹൈവേ റിസർച്ച് ബോർഡ്, മൂന്നാമത് ഇപ്പോൾ പഠിക്കുന്നതാണ് USCS. USCS എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. അത് നമ്മൾ എയർഫീൽഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്നും പറയും. എയർഫീൽഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, ഇങ്ങനെയില്ല, എയർഫീൽഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഇത് ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇവിടെ നമുക്കൊരു 15 ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചാൽ എത്ര ഗ്രൂപ്പാണ് പഠിച്ചത്? HRBയിൽ 7 ഗ്രൂപ്പ്. ആ 7 ഗ്രൂപ്പ് ഫർദർ 20 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ 15 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ബേസ്ഡ് ഓൺ ഇവരെന്തൊക്കെയാണ് ബേസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ വരും, കൺസിസ്റ്റൻസി ലിമിറ്റ് വരും, പിന്നെ ഫർദർ ഒരാളൂടെ വരും കംപ്രസിബിലിറ്റി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ലിക്വിഡ് ലിമിറ്റിന്. ഓക്കെ, ലിക്വിഡ് ലിമിറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കംപ്രസിബിലിറ്റി. ഓക്കെ, കംപ്രസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ലിക്വിഡ് ലിമിറ്റ് നമുക്ക് ഓർമ്മ വരും. അപ്പോൾ ഇതാണ് USCS. സിമ്പിളായിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനിൽ 15 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ബേസ്ഡ് ഓൺ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, കൺസിസ്റ്റൻസി ലിമിറ്റ്, കംപ്രസിബിലിറ്റി. ഇത്രയും മാത്രം ഓർത്താൽ മതി. ഇനി അടുത്ത 4th വണ്ണാണ് IS ഓയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചതെന്ന് പറഞ്ഞാൽ IS പാർട്ടിക്കിൾ സൈസ്. ഫസ്റ്റ് പഠിച്ചത് IS പാർട്ടിക്കിൾ സൈസ് സോയിൽ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ഇനി ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് IS സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഇത് IS 1498 ബേസ് ചെയ്തിട്ടാണ് പറയണേ. ഇത് USCS അഡോപ്റ്റഡ് ഫ്രം USCS എന്നാണ്, ഇത് USCS എന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതും ബേസ്ഡ് ഓൺ എന്തൊക്കെയായിരിക്കും? ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, കൺസിസ്റ്റൻസി ലിമിറ്റ്, കംപ്രസിബിലിറ്റി. ഓക്കെ, അടുത്താണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IS ഓയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. അപ്പോൾ IS ഓയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ മെയിനായിട്ട് 18 ഗ്രൂപ്പ്സ് ഉണ്ട്. 18 ഗ്രൂപ്പ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം 75 മൈക്രോൺ സീവിൽ കൂടെ സോയിലിനെ പാസ് ചെയ്യിപ്പിക്കും. അപ്പോൾ മോർ ദാൻ 50% ഈ 75 മൈക്രോൺ സീവിൽ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഒരു കോഴ്സ് ഗ്രെയിൻഡ് ആണെന്ന് പറയാം, മോർ ദാൻ 50%. എന്നിട്ട് നമ്മൾ ഇതിനെ 4.75 mm, ഈ കോഴ്സ് ഗ്രെയിൻഡ് ആണെന്ന് മനസ്സിലായാലും നമ്മളെടുത്ത് 4.75 mm കൂടെ പാസ് ചെയ്യിപ്പിക്കും. അപ്പോഴും മോർ ദാൻ 50% ഈ 4.75 mm റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതെന്താ പറയുക, ഗ്രാവൽ എന്നും. എന്നാൽ മോർ ദാൻ 50% ഇതിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അവർ സാൻഡാണ്. ഓക്കെ, 4.75 mm മോർ ദാൻ 50% റീറ്റെയിൻ ചെയ്ത ഗ്രാവലും പാസ് ചെയ്താൽ സാൻഡും. അങ്ങനെയാണ് ആദ്യത്തെ 2 ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ ഗ്രാവലിനകത്ത് തന്നെ നമുക്ക് വെൽ ഗ്രേഡഡ് ഗ്രാവലുണ്ട്, പുവർലി ഗ്രേഡഡ് ഗ്രാവലുണ്ട്, സിൽറ്റി ഗ്രാവലുണ്ട്, ക്ലേ ഗ്രാവലുണ്ട്. ഇവിടെ നമ്മൾ നെയിമിങ് കൊടുത്തേക്കുന്നുണ്ടോ? വെൽ ഗ്രേഡഡ് ഗ്രാവൽ GW, ആദ്യം ഗ്രാവലിൻ്റെ ജിയാണ് കൊടുത്തേക്കുന്നത്, എന്നിട്ടാണ് എങ്ങനത്തെ ഏത് ടൈപ്പാണെന്ന് കൊടുത്തേക്കുന്നത്. ഗ്രാവൽ G, വെൽ ഗ്രേഡഡ് W ആണ്. അതുപോലെ പുവർലി ഗ്രേഡഡ് ഗ്രാവൽ നോക്കിയാൽ GP. അപ്പോൾ ഗ്രാവലിലുണ്ട് വെൽ ഗ്രേഡഡ് ഗ്രാവൽ, പുവർലി ഗ്രേഡഡ് ഗ്രാവൽ, സിൽറ്റി ഗ്രാവൽ. സിൽറ്റിന് നമ്മൾ M കൊടുക്കുന്ന കേട്ടോ. സിൽറ്റി ഗ്രാവൽ, ക്ലേ ഗ്രാവൽ. ഓക്കെ, അതുപോലെ സാൻഡിലുണ്ട് വെൽ ഗ്രേഡഡ് സാൻഡ്, പുവർലി ഗ്രേഡഡ് സാൻഡ്,
സിൽട്ടി സാൻഡ്, ക്ലേയ് സാൻഡ്. ഏതൊക്കെയാണ് അപ്പോൾ? വെൽ ഗ്രേഡഡ് സാൻഡ്, പുവർലി ഗ്രേഡഡ് സാൻഡ്, സിൽട്ടി സാൻഡ്, ക്ലേയ് സാൻഡ്. ഇതാണ് ആദ്യത്തെ. അപ്പോൾ ഇപ്പോൾ തന്നെ 8 ക്ലാസിഫിക്കേഷനായി. ടോട്ടൽ നമുക്ക് 18 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ കോഴ്സ് ഗ്രൈൻഡിൻ്റെ കഴിഞ്ഞു. അടുത്താണ് ഫൈൻ ഗ്രൈൻഡ്. ഫൈൻ ഗ്രൈൻഡ് സോയിൽ എന്ന് പറഞ്ഞാൽ ലൈക്ക് അവിടെയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി ചാർട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫൈൻ ഗ്രൈൻഡ് സോയിൽ മെയിനായിട്ട് 3 ടൈപ്പ് ഉണ്ട്. ഇനോർഗാനിക് ക്ലേ, ഇനോർഗാനിക് സിൽട്ട് ആൻഡ് ഓർഗാനിക് സിൽട്ട് ആൻഡ് ക്ലേ. ഇനോർഗാനിക് ക്ലേ, ഇനോർഗാനിക് സിൽട്ട്, ഓർഗാനിക് സിൽട്ട് ആൻഡ് ക്ലേ. ഇനോർഗാനിക് ക്ലേ, ഇനോർഗാനിക് സിൽട്ട്, ഓർഗാനിക് ക്ലേ ആൻഡ് സിൽട്ട്. ഇതിൽ ഇനോർഗാനിക് ക്ലേയിൽ വരുന്നതാണ് ഹൈലി കംപ്രസിബിൾ ക്ലേ, ഇൻ്റർമീഡിയറ്റ് കംപ്രസിബിൾ ക്ലേ, ലോ കംപ്രസിബിൾ ക്ലേ. ഹൈലി കംപ്രസിബിൾ ക്ലേ, ഇൻ്റർമീഡിയറ്റ് കംപ്രസിബിൾ ക്ലേ, ലോ കംപ്രസിബിൾ ക്ലേ. അതുപോലെ ഇനോർഗാനിക് സിൽട്ടിൽ എന്ത് വരുമായിരിക്കും? ഹൈലി കംപ്രസിബിൾ സിൽട്ട്, ഇൻ്റർമീഡിയറ്റ്ലി കംപ്രസിബിൾ സിൽട്ട്, ലോ കംപ്രസിബിൾ സിൽട്ട്. അതുപോലെ ഓർഗാനിക് സിൽട്ട് ആൻഡ് ക്ലേയിൽ എന്ത് വരും? ഹൈലി കംപ്രസിബിൾ ഓർഗാനിക് സിൽട്ട് ആൻഡ് ക്ലേ, ഇൻ്റർമീഡിയറ്റ് കംപ്രസിബിൾ ഓർഗാനിക് സിൽട്ട് ആൻഡ് ക്ലേ, ലോ കംപ്രസിബിൾ ഓർഗാനിക് സിൽട്ട് ആൻഡ് ക്ലേ. അതാണ് ആ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഹൈലി കംപ്രസിബിൾ, ഇൻ്റർമീഡിയറ്റ് കംപ്രസിബിൾ, ലോ കംപ്രസിബിൾ. അതിൽ തന്നെ ലൈക്ക് ഇനോർഗാനിക് ക്ലേ ഉണ്ട്, ഓർഗാനിക് ക്ലേ ഉണ്ട്, ഇനോർഗാനിക് ക്ലേ ഉണ്ട്, ഇനോർഗാനിക് സിൽട്ട് ഉണ്ട്, ദെൻ ഓർഗാനിക് സിൽട്ട് ആൻഡ് ക്ലേ. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ഇതാണ് ഫൈൻ ഗ്രെയിൻ സോയിൽ വരുന്നത്. ഇനി ഹൈലി ഓർഗാനിക് സോയിൽ ഉണ്ടല്ലോ. ഹൈലി ഓർഗാനിക് സോയിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ലൈക്ക് അതിന് എക്സാമ്പിൾ പീറ്റൊക്കെയാണ്, ബ്ലാക്ക് കളറായിരിക്കും, ഫൗൾ സ്മെല്ലായിരിക്കും. ലിക്വിഡ് ലിമിറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാസ്റ്റിസിറ്റി ചാർട്ട്. ഇത് നമ്മൾ ഫൈൻ ഗ്രൈൻഡ് സോയിലിന് മാത്രമാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി ചാർട്ട് കൊണ്ടുവരുന്നത്. ടു ക്ലാസ് എ ഫൈൻ ഗ്രൈൻഡ് സോയിൽ. അപ്പോൾ ഇവിടെ ലൈക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത കസഗ്രാൻഡാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ എക്സ് ആക്സിസിൽ IP പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും, Y ആക്സിസിൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും എക്സ് ആക്സിസിൽ ലിക്വിഡ് ലിമിറ്റുമാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ ലൈക്ക് 20യിൽ നിന്ന് നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനാണ് നമ്മൾ A ലൈൻ എന്ന് പറയുന്നത്. അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് IPക്ക്. അറ്റ് A ലൈൻ IP = 0.73 × WL-20. IP = 0.73 × WL-20. IPയുടെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിൻ്റെ വാല്യൂ ആണ് അറ്റ് A ലൈൻ 0.73 × WL-20. ഇനി നമുക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മളിവിടെ ലൈക്ക് ഈ 4ൽ നിന്ന് ഈ A ലൈനിലോട്ടൊരു വരയ്ക്കുന്നുണ്ട്, 7ൽ നിന്നും ഈ A ലൈനിലോട്ട് വരയ്ക്കുന്നുണ്ട്. ഈ 7 ഇതിന് മേലോട്ടുള്ള എല്ലാം ക്ലേ ആണ്, ഇതിനോട്ട് താഴോട്ടുള്ള എല്ലാം സിൽറ്റാണ്. ഓക്കെ, ആൻഡ് അപ്പോൾ ലൈക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ക്ലേയും സിൽറ്റും ആണ് വരുന്നത്. ഓക്കെ, ഈ എല്ലാം എന്ന് പറഞ്ഞാൽ ലോ കംപ്രസിബിൾ എന്നാണ്, അത് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനിടയ്ക്ക് എന്തൊക്കെയായിരിക്കും? ക്ലേയും സിൽറ്റും ആയിരിക്കും അല്ലേ. അപ്പോൾ Cl - Cl2Ml എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ ലെയർ. ആദ്യം തന്നെ നമ്മൾ ഇവിടെ 35ൽ ഒരു സ്പ്ലിറ്റപ്പ് കൊടുത്തിട്ടുണ്ട്, 50ൽ ഒരു സ്പ്ലിറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 35 ലിക്വിഡ് ലിമിറ്റ് 35ഉം ലിക്വിഡ് ലിമിറ്റ് 50. ഈ 35ന് ഇങ്ങോട്ട് ലോ കംപ്രസിബിൾ എന്നാണ് പറയുന്നത്. ആൻഡ് 50ക്കും 35നും ഇടയ്ക്ക് ഇൻ്റർമീഡിയറ്റ് അത് ഈ ഉണ്ടോ, ഇത് ഇൻ്റർമീഡിയറ്റ് കംപ്രസിബിൾ. 50ക്ക് മേലോട്ട് ഹൈ കംപ്രസിബിൾ, അതാണ് ഈ H. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇനി പറയുന്നതെന്ന് വെച്ചാൽ ഈ A ലൈനിന് മേലോട്ട് ക്ലേ ആയിരിക്കും. A ലൈനിന് മേലോട്ട് എന്തായിരിക്കും? ക്ലേ ആയിരിക്കും. ഈ A ലൈനിന് താഴോട്ട് സിൽറ്റ് അല്ലെങ്കിൽ ഓർഗാനിക് കണ്ടൻറ്റ് ആയിരിക്കും. ഓക്കെ, ഓർഗാനിക് സിൽറ്റ് അല്ലെങ്കിൽ നമ്മളിവിടെ പഠിച്ചില്ലേ, സിൽറ്റ് അല്ലെങ്കിൽ ലൈക്ക് ഓർഗാനിക് മാറ്റേഴ്സ്, ഇത് രണ്ടും ആയിരിക്കും. A ലൈനിന് മേലോട്ട് ഇതും A ലൈനിന് താഴോട്ട് ഇതെത്രയും, അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മുടെ ലിക്വിഡ് ലിമിറ്റ് <35% ആണെങ്കിൽ എന്താ? ലോ കംപ്രസിബിൾ. ഇൻ ബിറ്റ്വീൻ 35 ആൻഡ് 50 ആണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കംപ്രസിബിളും, WL > 50 ആണെങ്കിൽ ഹൈലി കംപ്രസിബിളാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ പഠിച്ചു, നമ്മൾ ലൈക്ക് പ്ലാസ്റ്റിസിറ്റി ചാർട്ടെന്ന്. ഇനി നമുക്ക് ആദ്യത്തെ കോഴ്സ് ഗ്രൈൻഡിനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ വെൽ ഗ്രേഡഡ് ഗ്രാവൽ. നമ്മൾ പഠിച്ചു വെൽ ഗ്രേഡഡ് ഗ്രാവൽ, പുവർലി ഗ്രേഡഡ് ഗ്രാവൽ, വെൽ ഗ്രേഡഡ് സാൻഡ്, അതുപോലെ പുവർലി ഗ്രേഡഡ് സാൻഡ്. ഇവരെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. അത് കഴിഞ്ഞ് ക്ലേ ഗ്രാവൽ, സിൽറ്റി ഗ്രാവൽ, ക്ലേ സാൻഡ്, സിൽറ്റി സാൻഡിലോട്ട് പോകും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വെൽ ഗ്രേഡഡ് ഗ്രാവൽ ആണെങ്കിൽ ഓക്കെ, മെയിനായിട്ട് ആദ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ ഫൈൻസ് എന്ന് പറഞ്ഞാൽ 75 മൈക്രോണിൽ കൂടെ പാസ് ചെയ്യുന്ന വരുന്നതിനാണ് ഫൈൻസ് എന്ന് പറയുന്നത്. 75 മൈക്രോണിൽ പാസ് ചെയ്യുന്നതെല്ലാം ഫൈൻസ് ആണ്. ഓക്കെ,
അപ്പോൾ വെൽ ഗ്രേഡഡ് ഗ്രാവലാണെങ്കിൽ ഫൈൻസ് 5% കുറവായിരിക്കണം. ഓക്കെ, 5% കുറവായിരിക്കണം ഫൈൻസ്. ലൈക്ക് ഇവരെല്ലാവരും ഗ്രാവലും സാൻഡും ഒക്കെ വരുമ്പോൾ ഫൈൻസ് 5%-നെക്കാട്ടി കുറവായിരിക്കണം. ഇനി നമ്മൾ പറഞ്ഞു വെൽ ഗ്രേഡഡ് ആണെങ്കിൽ നമുക്കറിയാം CU CC. വെൽ ഗ്രേഡഡ് എങ്ങനെയാണ്? വെൽ ഗ്രേഡഡ് ഗ്രാവലാണെങ്കിൽ CU എങ്ങനെയായിരിക്കും? >4ഉം വെൽ ഗ്രേഡഡ് സാൻഡ് ആണെങ്കിൽ >6ഉം ആയിരിക്കും അല്ലേ. ഇനി CC ആണെങ്കിൽ in between 1 and 3. വെൽ ഗ്രേഡഡ് ആണോ CC in between 1 and 3 ആണ്, നമ്മൾ മുന്നേ പഠിച്ചു. ഈ പുവർലി ഗ്രേഡഡ് ഗ്രാവൽ ആണെങ്കിൽ അതായത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ, അതായത് ആക്ച്വലി ഓക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വെൽ ഗ്രേഡഡ് ഉണ്ട്, വെൽ ഗ്രേഡഡ് ഗ്രാവലും ഉണ്ട്, വെൽ ഗ്രേഡഡ് സാൻഡും ഉണ്ട്. ഈ വെൽ ഗ്രേഡഡ് എന്ന് പറഞ്ഞൊരു വാക്കുള്ളതുകൊണ്ട് തന്നെ CC എന്ന് പറഞ്ഞാൽ 1 to 3 ആയിരിക്കും. വെൽ ഗ്രേഡഡ് ആണോ CC 1 to 3 ആയിരിക്കും. CC എന്ന് പറഞ്ഞാൽ എന്താണ്? D30² D60 × D10. ഇനി ഗ്രാവലാണെങ്കിൽ CU >4ഉം സാൻഡ് ആണെങ്കിൽ CU >6. CU എന്തായിരുന്നു? D60 D10. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. അപ്പോൾ പുവർലി ഗ്രേഡഡ് ആണെങ്കിൽ വെൽ പുവർലി ഗ്രേഡഡ് ആണെങ്കിൽ ഇതല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതിരുന്നാൽ നമുക്കത് പുവർലി ഗ്രേഡഡ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ വെൽ ഗ്രേഡഡ്, പുവർലി ഗ്രേഡഡ് ഗ്രാവൽ സാൻഡ് ക്ലാസ് വേഗം പഠിച്ചു. ഇനി നമുക്ക് ക്ലേയി ഗ്രാവൽ, അതുപോലെ തന്നെ സിൽറ്റി ഗ്രാവൽ, ക്ലേയി സാൻഡ്, സിൽറ്റി സാൻഡ് ഇവരെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കാം. അതായത് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 75 മൈക്രോണിൽ കൂടെ പാസ് ചെയ്യുന്നത് >12% ആണെങ്കിലാണ് നമ്മൾ ക്ലേയി, സിൽറ്റി ഗ്രാവൽ ഓർ സാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പോയിൻ്റ് എബോവ് A ലൈൻ. ഓക്കെ, ക്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്ക് ക്ലേ നമ്മൾ പറഞ്ഞു A ലൈനിന് മേലുള്ള എല്ലാം ക്ലേ ആണെന്ന് അല്ലേ. ലൈക്ക് നമ്മളിവിടെ പറഞ്ഞു A ലൈനിന് മേലോട്ടുള്ള എല്ലാം ക്ലേയും താഴോട്ടുള്ള എല്ലാം സെൽറ്റ് അല്ലെങ്കിൽ ഓർഗാനിക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ക്ലേയി ഗ്രാവലാണെങ്കിൽ ഒന്നെങ്കിൽ A ലൈനിന് മേലെ ആയിരിക്കണം, ഇല്ലെങ്കിൽ IP വാല്യൂ, നമ്മുടെ IP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? IP = 0.73 × WL-20. ഓക്കെ, ഇത് കിട്ടുന്ന വാല്യൂ IP വാല്യൂ >7 ആവുകയാണെങ്കിൽ നമുക്ക് പറയാം അത് ക്ലേയി ഗ്രാവലാണെന്ന്. ഓക്കെ, അതുപോലെ ക്ലേയി ഗ്രാവൽ അല്ലെങ്കിൽ ക്ലേയി സാൻഡ് ആവണമെങ്കിൽ IP വാല്യൂ ഷുഡ് ബി >7. അപ്പോൾ സിൽറ്റി ആവണമെങ്കിലോ, സിൽറ്റി ഗ്രാവൽ അല്ലെങ്കിൽ സിൽറ്റി സാൻഡ് ആവണമെങ്കിൽ IP വാല്യൂ ഷുഡ് ബി <4. IP വാല്യൂ 4-നെക്കാട്ടി കുറയണം. അപ്പോൾ മെയിൻലി സിൽറ്റ് ആവണമെങ്കിൽ നമുക്കറിയാം A ലൈനിന് താഴെ വരണം, ക്ലേ ആണെങ്കിൽ A ലൈനിന് മേലെ വരണം. ആ ഒരു മിനിമം കോമൺ സെൻസ് വെച്ചിട്ടും അതുപോലെ തന്നെ ലൈക്ക് ക്ലേയി ഗ്രാവലും ക്ലേയി സാൻഡും ആണെങ്കിൽ IP വാല്യൂ >7ഉം, അതായത് A ലൈനിന് മേലെ പോകണമെങ്കിൽ IP വാല്യൂ >7ഉം, A ലൈനിന് താഴെ ആണെങ്കിൽ IP വാല്യൂ <4. അങ്ങനെ ഒരു രീതിക്കാണ് നമ്മളിലേക്ക് ഇത് എടുക്കേണ്ട. ഓക്കെ, അതാണ് രണ്ടാമത്തെ ബാക്കിയുള്ള ക്ലാസിഫിക്കേഷൻ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ ഏതൊക്കെ ക്ലാസിഫിക്കേഷനാണ്? ഫൈൻ ഗ്രെയിൻഡ് സോയിലിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ നമ്മൾ വെൽ ഗ്രേഡഡ് ഗ്രാവലിന് വെൽ ഗ്രേഡഡ് ഗ്രാവൽ, വെൽ ഗ്രേഡഡ് സാൻഡ്, പുവർലി ഗ്രേഡഡ് ഗ്രാവൽ, പുവർലി ഗ്രേഡഡ് സാൻഡ്, സിൽറ്റി ഗ്രാവൽ, സിൽറ്റി സാൻഡ്, ക്ലേയി ഗ്രാവൽ, ക്ലേയി സാൻഡ്, ഇതിന് എത്രയും നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പഠിച്ചു. അതുപോലെ തന്നെ ഫൈൻ ഗ്രെയിൻ സോയിലിന് പ്ലാസ്റ്റിസിറ്റി ചാർട്ട് വെച്ച് ഇതാക്കാൻ പഠിച്ചു. ഇനി വരുന്നത് തന്നെ കുറച്ച് കോമ്പിനേഷൻ സംഭവങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ കോമ്പിനേഷൻ, അതായത് ഡ്യുവൽ സിമ്പിൾ വരുന്നതാണ് നോക്കാൻ പോകുന്നത്. ഡ്യുവൽ സിമ്പിൾ എപ്പോഴൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഫൈൻസ് <5% ആണെങ്കിലാണ് നമ്മൾ വെൽ ഗ്രേഡഡ്, പുവർലി ഗ്രേഡഡ് എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ലൈക്ക് നമ്മൾ ഫൈൻസ് >12 വന്നപ്പോൾ നമ്മുടെ ക്ലേയി ഗ്രാവൽ, സിൽറ്റി ഗ്രാവലിലോട്ട് പോയി. അപ്പോൾ ഈ ഫൈൻസ് in between 5%-നും 12%-നും ഇടയ്ക്കൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഡ്യുവൽ സിമ്പിൾ യൂസ് ചെയ്യാനുള്ളത്. അതായത് ലൈക്ക് GWGC, GPGC, GPCM, അതായത് GPGC, അതുപോലെ GPGM, GWGC, GWGM, SWSC, SWSM, SMSP, SPSC,
അങ്ങനെയാണ് ഡ്യുവൽ സിമ്പിൾ. ഇൻ ബിറ്റ്വീൻ 5 to 12 വരുമ്പോൾ ഡ്യുവൽ സിമ്പിൾ യൂസ് ചെയ്യണം. ലൈക്ക് അങ്ങനെ അധികം പ്രോബ്ലംസ് വരാറില്ല. ഇനി അത് കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഓൺ കംപ്രസിബിലിറ്റി ലൈൻ. ഡ്യുവൽ സിമ്പിൾ കംപ്രസിബിലിറ്റി ലൈനിൽ വന്നാൽ, അതായത് നമ്മുടെ ഈ എ ലൈനിൽ വന്നാലും ഡ്യുവൽ സിമ്പിൾ. ഇപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ CL ML CL CI, അതായത് ഇവിടെ വരികയാണെങ്കിൽ CL CI, ഇവിടെ വരികയാണെങ്കിൽ CL CH, അതുപോലെ ML MI MI MH OL OL OI OI OH ഇങ്ങനെയൊക്കെ വരുന്നത്. സോറി, ഇതിലല്ല, ഇതിൽ നമ്മുടെ കംപ്രസിബിലിറ്റി ലൈൻ. ഇതാണല്ലോ കംപ്രസിബിലിറ്റി, ഈ റെഡ് ലൈൻ ആണല്ലോ കംപ്രസിബിലിറ്റി. എ ലൈൻ അല്ല, കംപ്രസിബിലിറ്റി ലൈൻ വരാണെങ്കിൽ നമ്മൾ ഡ്യുവൽ സിമ്പിൾ എടുക്കും. ഇവിടെയാണ് വരുന്നതെങ്കിൽ ഇത് രണ്ടും എടുക്കും, ഇവിടെ ആണെങ്കിൽ വരുന്നെങ്കിൽ ഇത് രണ്ടും, ഇവിടെ ആണെങ്കിൽ ഇത് രണ്ടും, ഇവിടെ ആണെങ്കിൽ ഇത് രണ്ടും, അങ്ങനെ. ഇനി എ ലൈൻ, ഇനിയാണ് പോയിന്റ് ഓൺ എ ലൈൻ. ഇപ്പം നമ്മുടെ എ ലൈനിൽ വരാണെങ്കിൽ CL ML CI MI CH MH ഇങ്ങനെയാണ് എടുക്കുന്നത്. നമുക്ക് അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ പെർസെൻറ്റേജ് ഫൈൻസ് 5% താഴെ ആണെങ്കിൽ നമുക്ക് ലൈക്ക് എന്താ ഗ്രഡേഷൻ മാത്രം നോക്കിയാൽ മതി, അതായത് സിയും CCയും മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഇപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് ഫൈൻസ് 12% കൂടുകയാണെങ്കിൽ പെർസെൻറ്റേജ് ഫൈൻസ് മാത്രം നോക്കിയാൽ മതി. എത്രയാണ് ലൈക്ക് ഫൈൻസ് നോക്കിയിട്ട് പോയിൻ്റ് എ ലൈനിലാണോ, എ ലൈനിൻ്റെ മേലെയാണോ താഴെയാണോ നോക്കിയിട്ട് IP നോക്കിയാൽ മതി. ഇനി ഇൻ ബിറ്റ്വീൻ 5 to 12 ആണെങ്കിൽ നമുക്ക് ഗ്രഡേഷനും നോക്കേണ്ടി വരും, അതായത് CUCCയും നോക്കേണ്ടി വരും. എങ്കിലല്ലേ നമുക്ക് GP അതുപോലെ GW അതൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമുക്ക് എന്താ ഫൈനൽസ് നോക്കേണ്ടി വരും, അതായത് ആ പോയിൻ്റ് ഓൺ എ ലൈനിലാണോ IP വാല്യൂ അങ്ങനെയൊക്കെ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ വരുന്നത്.